നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ കൺട്രോൾ സിസ്റ്റം. സോ അതിനു മുന്നേ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. സോ സിസ്റ്റം എന്താണ്? കുറെ കമ്പോണൻസ് കൂട്ടിച്ചേർത്ത് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ബ്ലോക്ക്, ഇതിനെ എനിക്ക് സിസ്റ്റം എന്ന് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻപുട്ട് സിഗ്നൽ ഞാൻ കൊടുത്തു, സിസ്റ്റം എന്തൊക്കെയോ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, എനിക്കൊരു ഔട്ട്പുട്ട് സിഗ്നൽ തരും. ഓക്കെ, ഇതാണ് സിസ്റ്റം. ഇനി അത് എപ്പോഴാണ് ഒരു കൺട്രോൾ സിസ്റ്റം ആവുന്നത്? ഈ സിസ്റ്റത്തിന് എനിക്ക് ഇൻപുട്ട് വേരി ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം കൺട്രോൾ സിസ്റ്റം ആവും. അതായത് ഒരു ഇൻപുട്ട് കൊടുത്തു, എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി, ആ ഔട്ട്പുട്ടിനെ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സിസ്റ്റം ബേസിക്കലി രണ്ട് ടൈപ്സ് ആണുള്ളത്. ഓപ്പൺ ലൂപ്പ് പിന്നെ ക്ലോസ് ലൂപ്പ്. സോ എന്താ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം? ഒരു സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുത്തു, എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി. ഈ സിസ്റ്റത്തിന് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഗെയിൻ ഉണ്ടായിരിക്കും, റിപ്രസെന്റഡ് ബൈ ജി ഓഫ് എസ്. ഇതാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഇനി എന്താ ക്ലോസ് ലൂപ്പ് സിസ്റ്റം? ഇതേപോലെ ഒരു ഇൻപുട്ട് കൊടുത്തു, സിസ്റ്റം എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തു, കിട്ടുന്ന ഔട്ട്പുട്ടിന് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. സോ കുറച്ചും കൂടെ നന്നായി നമ്മൾ ഇതിനെ റിപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ എപ്പോഴും ഇൻപുട്ടിനെ റിപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി, ഔട്ട്പുട്ടിനെ റിപ്രസെന്റ് ചെയ്യുന്നത് സി ഓഫ് ടി. ഇനി ഇതിനെ തന്നെ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർ ഓഫ് എസ്, ഇത് സി ഓഫ് എസ്. ഓക്കെ, സോ ഇൻപുട്ട് ആർ ഓഫ് എസ് ആണ്, ഔട്ട്പുട്ട് സി ഓഫ് എസ് ആണ്. പിന്നെ ഒരു ജി ഓഫ് എസ് എഴുതിയിട്ടുണ്ട്, അതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ ഉടനെ ഒരു ചോദ്യം വരും അല്ലേ, എന്താ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് എന്താന്ന് ഞാൻ പറഞ്ഞ സി ഓഫ് എസ് ആണ് ഔട്ട്പുട്ട് അല്ലേ. സോ സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്താ? ആർ ഓഫ് എസ്, ദാറ്റ് ഈസ് ആർ ഓഫ് എസ്. സോ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജി ഓഫ് എസ് എന്ന് പറഞ്ഞ് റിപ്രസെന്റ് ചെയ്യും. അപ്പൊ ഓപ്പൺ ലൂപ്പ് ഉള്ളപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനും ഉണ്ടല്ലേ. സോ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് റിപ്രസെന്റ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. where g of s എന്ന് വെച്ചാൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, h of s എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ആണ്. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് ചില സമയത്ത് മൈനസ് ആയി മാറും. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് മൈനസ് ആണ്. സോ എവിടെ നെഗറ്റീവ് എവിടെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ഞാൻ ഇട്ടേക്കുന്ന സൈൻ കണ്ടോ, മൈനസ് ആണ്. സോ മൈനസ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, അത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസ് മാറും. അപ്പൊ ഇത്രയാണ് സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഇനി അവിടെ തന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ. ഓക്കെ, സോ കൺട്രോൾ സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ട്രാൻസ്ലേഷണൽ സിസ്റ്റം, second one rotational system, third one electrical system. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന കാര്യം ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് അല്ലെ. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ലൈക്ക് റെസിസ്റ്റർ, ആർ, കപ്പാസിറ്റർ സി, പിന്നെ ഇൻഡക്ടർ എൽ. അപ്പോ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? കുറെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും ഒക്കെ വെച്ച് ഒരുമിച്ച് വരയ്ക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ
ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ലേഷണൽ സിസ്റ്റം എന്താണ്, റൊട്ടേഷണൽ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആണ്. സോ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് വെച്ചാൽ മാസ് represented by M, second one is dashpot represented by B, third one is spring represented by K. Okay, so മാസിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ചെറിയ ബോക്സിലായിരിക്കും M. ഡാഷ്പോട്ടിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ്, സ്പ്രിങ്ങിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ്. ആൻഡ് എല്ലാ സിസ്റ്റത്തിലും ഒരു ഇൻപുട്ടും കൊടുക്കണം, ഒരു ഔട്ട്പുട്ടും എടുക്കണം അല്ലേ. സോ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? എഫ്. അപ്പൊ അതിന്റെ ലാപ്ലേസ് ഡൊമൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ്. ഓക്കെ, ഇനി ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ, എക്സ്. അതിന്റെ ലാപ്ലേസ് പറയുമ്പോൾ എക്സ് ഓഫ് എസ്. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ. ഓരോ ബേസിക് എലമെന്റ്സിനും നമ്മൾ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ പഠിക്കും. സോ ഫസ്റ്റ് വൺ നമുക്ക് മാസ്. എന്താ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ? ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് പറയുന്നത് കേട്ടോ. ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമുക്ക് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഒരു മാസ് എം ഉണ്ട്, അതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് എഫ് കൊടുത്തു, ഔട്ട്പുട്ടായിട്ട് എനിക്കൊരു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ടായി. ഓക്കെ, ഈ മാസിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതാണ് എഫ് എം. അവിടെ എഫ് എം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ. ഓക്കെ, എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വെലോസിറ്റി എന്താ? എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഓക്കെ, സോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് റിപ്രസെന്റഡ് ബൈ എഫ് സഫിക്സ് എം, which will be directly proportional to acceleration. Acceleration എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രൊപ്പോർഷണാലിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഫ് എം ഇസ് ഈക്വൽ ടു സം ടേം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ആ സം ടേം എന്ന് വെച്ചാൽ എം ആണ് ഇവിടെ, ദാറ്റ് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, എഫ് എം ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ dt square. ഓക്കെ, സോ ഒരു മാസ് എം ഉണ്ട്, ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു, അത് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ടായി, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും ആ മാസ്, അതിനെയാണ് എഫ് സഫിക്സ് എം എന്ന് പറഞ്ഞ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. where fm is directly proportional to d square x by dt square. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇടും, ദാറ്റ് ഈസ് എം. സോ എഫ് എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി സെക്കൻഡ് എലമെന്റിലോട്ട് നമുക്ക് പോവാം. സോ സെക്കൻഡ് ബേസിക് എലമെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഡാഷ്പോട്ട് ആണ്. ഡാഷ്പോട്ടിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെയും ഒരു ഫോഴ്സ് എഫ് അപ്ലൈയും ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ടായിരിക്കും, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ട് എഫ് ബി.
Okay, so FB is directly proportional to velocity dx by dt. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും b into dx by dt. ഓക്കെ, സോ ഡാഷ്പോട്ട് ആണിത്. ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി റിപ്രസെന്റഡ് ബൈ എക്സ്. ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് എഫ് ബി ഉണ്ട് വിച്ച് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു ഇടുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇടും, അതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. സോ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിൽ തന്നെ ഇതിപ്പോ ഒരു എൻഡ് ഫിക്സഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഒരു അടുത്ത കേസ് ആയിട്ട് വരുന്നത് സ്പെഷ്യൽ കേസ് ആയിട്ട് വരുന്നതാണ്. രണ്ട് എൻഡും മൂവിങ് ആണ്. ഓക്കെ, സോ ഞാനൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു, അത് കാരണം എനിക്കൊരു ഡിസ്പ്ലേസ്മെന്റ് x1 ഇവിടെയുണ്ട്, ഇവിടെ എനിക്കൊരു x2 ഉണ്ട്. ആ സമയത്ത് എഫ് ബി is directly proportional to d by dt of x1 minus x2. That is, FB is directly proportional to differential velocity. എന്താ ഡിഫറൻഷ്യൽ വെലോസിറ്റി? രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അവർ തമ്മിൽ ഡിഫറൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. സോ FB is equal to b into d by dt of x1 minus x2. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഡാഷ്പോട്ടിന്റെ കേസിൽ നമ്മൾ രണ്ട് കേസസ് ആണ് പഠിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഫിക്സഡ്, മറ്റൊന്ന് മൂവിങ്. സോ ഫിക്സഡ് ആകുമ്പോൾ എഫ് ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇനി മൂവിങ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ വെലോസിറ്റിനെ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2. ഇനി തേർഡ് എലമെന്റ് ഈസ് സ്പ്രിംഗ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്പ്രിങ്ങിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഫോഴ്സ് എഫ് അപ്ലൈയും, അത് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ടായി. എല്ലാ കേസസിലും ഉള്ളതുപോലെ തന്നെ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ട് എഫ് കെ. സോ എഫ് കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് വിച്ച് ഇംപ്ലൈസ് Fk is equal to k into x. ഇതൊരു ഇക്വേഷൻ. ഈ കേസിൽ നമ്മൾ ഒരു എൻഡ് ഫിക്സഡ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് കേസ് 2 ഉണ്ട്. രണ്ട് സൈഡും മൂവിങ് ആണ്. ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് എഫ് കെ ഉണ്ടാവും. എഫ് കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? നേരത്തെ നമ്മൾ ഡിഫറൻഷ്യൽ എടുത്തു, അപ്പോൾ ഇവിടെയും സെയിം ഡിഫറൻഷ്യൽ എടുക്കും, ദാറ്റ് ഈസ് x1 മൈനസ് x2. സോ എഫ് കെ ഇസ് ഈക്വൽ ടു k ഇൻറ്റു x1 മൈനസ് x2. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് സ്പ്രിങ്ങിന്റെ കേസിൽ ഒരു എൻഡ് ഫിക്സഡ് ഉണ്ട്, രണ്ട് എൻഡ് മൂവിങ് ഉള്ളതുണ്ട്. സോ ഫിക്സഡ് ആകുമ്പോഴത്തേക്കും എഫ് കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു k ഇൻറ്റു എക്സ് ആണ്. മൂവിങ് ആകുമ്പോഴത്തേക്കും എഫ് കെ ഇസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ k ഇൻറ്റു x1 മൈനസ് x2. അപ്പോൾ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിന്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻസ് നമുക്ക് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിക്കായിരിക്കും ചോദിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒരു ഫിഗറും കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും നമുക്ക് തരിക: ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സിസ്റ്റം എന്ന്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? ഇതൊരു റൊട്ടേഷണൽ സിസ്റ്റം ആണോ ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന്റെ എലമെന്റ്സ് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. സോ ഫസ്റ്റ് വൺ മാസ് ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഉണ്ട്, പിന്നെ ഡാഷ് ബാട്ട് ഉണ്ട്. ഇത്രയാവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആണെന്നുള്ളത്. സോ എത്ര മാസ് ഉണ്ടോ
അതനുസരിച്ച് നമ്മൾ ഒരു ഫിഗർ വരയ്ക്കും. ആ ഫിഗറിന്റെ പേര് ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ എത്ര മാസസ് ഉണ്ടോ ആ മാസസിൽ എന്തൊക്കെ ഫോഴ്സസ് ആണോ ആക്ട് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ പിക്ചോറിയലി റിപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമുക്ക് എത്ര മാസസ് ഉണ്ട്? M1 M2 എന്ന് പറഞ്ഞ് 2 മാസസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1 ചെയ്യാം. എങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും? M1 എഴുതി, M1 ആരൊക്കെയാണോ കണക്റ്റഡ് അവരുടെ എല്ലാവരുടെ ഒരു ഫോഴ്സ് നമുക്ക് കാണും അല്ലെ. സോ ഇവിടെ ആരൊക്കെയുണ്ട്? K1 സ്പ്രിങ് കണക്റ്റഡ് ആണ്. സോ FK1 ഉണ്ട്. വേറെ ആരൊക്കെയുണ്ട്? B ഉണ്ട്, K ഉണ്ട്. സോ FB പിന്നെ FK. ഇവിടെ താഴെ നിന്നൊരു ആളെ കാണിച്ചിട്ടുണ്ട് അല്ലേ, FB1. ഇത്രയാണോ? ഇനി ആരെങ്കിലും ഉണ്ടോ? സോ നമ്മൾ ഫിഗർ കാണുമ്പോഴത്തേക്ക് വേറെ ആരും ഇല്ല അല്ലേ. പക്ഷെ എല്ലാ മാസനും അവരുടെ തന്നെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അതാണ് FM1. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ് ആണല്ലേ. സോ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യും? FK1 പ്ലസ് FB പ്ലസ് FK പ്ലസ് FB1 പ്ലസ് FM1 is equal to 0. ഇങ്ങനെ എഴുതാലോ. ഇനി ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. സോ FK1 കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു എൻഡ് ഫിക്സഡ്, ഒരു എൻഡ് കണക്റ്റഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് x1 ആണ്. സോ FK1 വിൽ ബി K1 into x1. ഓക്കെ, ഇനി FB എന്ന് പറയുമ്പോഴോ 2 മാസസിന്റെ ഇടയ്ക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ 2 സൈഡ് മൂവ് ചെയ്യും അല്ലേ. അപ്പോ B into d/dt ഓഫ് x1 മൈനസ് x. ശരിയല്ലേ? ഇനി FKയോ, കെയും 2 മാസസിന്റെ ഇടയ്ക്ക് കണക്റ്റഡ് ആണ്. സോ K into x1 മൈനസ് x. ഇനി B1 എന്ന് വെച്ചാൽ M1 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോ B1 into dx1 divided by dt പ്ലസ് FM1 എന്ന് പറയുമ്പോൾ ആരെയുള്ള M1 into d square x1 by dt square equal to 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇക്വേഷൻ M1ന്റെ ഇതാണ്. സിമിലർലി നമ്മൾ M2യുടെയും കണ്ടുപിടിക്കും. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കിയല്ലേ, ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ലാപ്ലേസ് നമ്മൾ എടുക്കും. ലാപ്ലേസ് എടുക്കുമ്പോൾ എക്സിന്റെ ലാപ്ലേസ് എക്സ് ഓഫ് എസ്, ഒരു d/dt ടേമും കൂടെ വരുമ്പോഴത്തേക്കും s into x of s. ഇനി d²/dt² വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു s² ടേമും കൂടെ വരും. ഇങ്ങനെയാണ് നമ്മൾ ലാപ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ K1 is a constant. സോ K1 into x1 of s പ്ലസ് b ഒരു കോൺസ്റ്റന്റ് ആണ്. d/dt വരുമ്പോൾ എന്താ വേണ്ടേ? s വേണം. സോ s into x1 of s minus x of s plus k into x1 of s minus x of s. വീണ്ടും b1 ആണ്. സോ b1 into d/dt. അപ്പോൾ s x1 of s plus m1 s square into x1 of s is equal to 0. ഓക്കെ, ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? K1, B, M ഒക്കെ കോൺസ്റ്റൻസ് ആണ്, അത് അതേപോലെ എഴുതും. എക്സിന്റെ ലാപ്ലേസ് x1 of s ആണ്. d/dt വരുമ്പോൾ എസും കൂടെ ചേർത്ത് എഴുതും. d²/dt² വരുമ്പോൾ s² കൂടെ ചേർത്ത് എഴുതും. അപ്പൊ ഈ ഇക്വേഷൻ കാണുമ്പോൾ കുറെ x1 of s ഉണ്ട്, കുറെ x of s ഉണ്ട് അല്ലെ. നമ്മൾ ഇവരെല്ലാരും കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം ഞാൻ x1 of s മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് ഹയർ ഡിഗ്രി തൊട്ട് എഴുതുവാണേ. ഹയസ്റ്റ് ഡിഗ്രി ആരാ? M1 s². അപ്പൊ ആദ്യം M1 s² പ്ലസ് എസിന് ആരൊക്കെയുണ്ട്? B1 s ഉണ്ട്, BS ഉണ്ട്. രണ്ടിനെയും കൂടെ നമുക്ക് ചേർത്ത് ചെയ്താലോ. B പ്ലസ് B1 into S into S എന്ന് എഴുതാം അല്ലേ. ഇനി വേറെ ആരോള? K ഉണ്ട്, K1 ഉണ്ട്. സോ പ്ലസ്
കെ പ്ലസ് k1. ഇത്ര എഴുതുമ്പോഴത്തേക്കും x1 ഓഫ് എസിന്റെ എല്ലാവരും കഴിഞ്ഞു. പിന്നെ വരുന്നത് മൈനസ് BSM ഉണ്ട്, k ഉണ്ട്. ഓക്കെ, റീഅറേഞ്ച് ചെയ്തത് ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, സോ നമുക്ക് x1 ഓഫ് എസിന്റെ വാല്യൂ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 0 ആണ്. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. എഴുതിയത് മനസ്സിലായോ? സോ ഈക്വൽ ടു 0 ആണ്. ഈ ടേം നമ്മൾ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയിട്ട് x1 ഓഫ് എസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് ഇക്വേഷൻ എഴുതി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി, അവിടെ നിന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് സെക്കൻഡ് ഫ്രീ ബോഡി ഡയഗ്രാമിന്റെ നോക്കാം. സോ സെക്കൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ മാസ് m2 ആണ്. m2ൽ ആരൊക്കെയുണ്ട്? B കണക്റ്റഡ് ആണ്, K കണക്റ്റഡ് ആണ്, B2 ഉണ്ട്. ഓക്കെ, സോ FB, FK2, FK, FB2. പിന്നെ ഈ മാസ് കാരണം തന്നെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതാണ് FM2. പിന്നെ ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ട്, കണ്ടോ, ഔട്ട്പുട്ട് F ഓഫ് T. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബാക്കി എല്ലാ ഫോഴ്സസും വരുന്നത് അല്ലേ. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എക്സ് ആണ്. ഇനി ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? FB പ്ലസ് FK പ്ലസ് FB2 പ്ലസ് FM2 is equal to F of T അല്ലേ. അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഒപ്പോസിങ് ഫോഴ്സസ്. ഓക്കെ, ഇനി ബി എഴുതുമ്പോഴത്തേക്കും രണ്ട് മാസസിന്റെ ഇടയ്ക്കാണ്, രണ്ട് സൈഡും മൂവിങ് ആണ്. സോ B ഇൻറ്റു d/dt ഓഫ്, ഫസ്റ്റ് കേസിൽ നമ്മൾ x1 മൈനസ് എക്സ് എടുത്തു, എന്താന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു മാസ് m1 നമ്മൾ എടുത്തോണ്ട്. ഇനി ഇവിടെ എടുക്കുമ്പോഴത്തേക്കും x മൈനസ് x1. ഇനി FK എന്ന് വെച്ചാലോ K ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് B2 എടുക്കുമ്പോഴോ B2 ഇൻറ്റു dx ഡിവൈഡഡ് ബൈ dt പ്ലസ് M2 ഇൻറ്റു d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ ഇസ് ഈക്വൽ ടു F ഓഫ് T. ഓക്കെ, ഇക്വേഷൻ എഴുതിയതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. സോ B കോൺസ്റ്റന്റ് ആണ്, d/dt വരുമ്പോൾ s ഉണ്ട്, x ഓഫ് s മൈനസ് x1 ഓഫ് s പ്ലസ് k ഇൻറ്റു x ഓഫ് s മൈനസ് x1 ഓഫ് s പ്ലസ് B2 ഇൻറ്റു s x ഓഫ് s പ്ലസ് M2 ഇൻറ്റു d സ്ക്വയർ ബൈ dt സ്ക്വയർ ആണ്. സോ s സ്ക്വയർ ഇൻറ്റു x ഓഫ് s ഇസ് ഈക്വൽ ടു F ഓഫ് ടിയുടെ ലാപ്ലേസ് എന്താ? F ഓഫ് s. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സ് ഓഫ് എസ് ആണ് ഇവിടെ കുറച്ച് കൂടുതൽ ടേംസ്. അപ്പോൾ എക്സ് ഓഫ് എസിനെ കോമൺ എടുക്കാം. നേരത്തെ പോലെ തന്നെ ഹയസ്റ്റ് ഡിഗ്രി തൊട്ട് എടുക്കാം. അപ്പോൾ M2s സ്ക്വയർ പ്ലസ് BS ഉണ്ട്, B2 ഉണ്ട്. അപ്പോൾ B പ്ലസ് B2s ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് K ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് BS പ്ലസ് K ഇൻറ്റു x1 ഓഫ് s ഇസ് ഈക്വൽ ടു F ഓഫ് s. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എക്സ് ആണ്, എക്സിന്റെ ലാപ്ലേസ് എക്സ് ഓഫ് എസ് ആണ്, ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട്, ദാറ്റ് ഈസ് F ഓഫ് s. അപ്പൊ നമുക്ക് വേണ്ടത് ശരിക്കും എക്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ F ഓഫ് s ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ F ഓഫ് s ഉണ്ട്,
എക്സ് ഓഫ് എസ് ഉണ്ട്, എക്സ് ഓഫ് എസ് ഉണ്ട്, പിന്നെ വരുന്നത് x1 ആണ്. അപ്പൊ നമുക്ക് x1 വാല്യൂ ഓൾറെഡി അറിയാം അല്ലേ, അത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ കോമൺ ആയി എടുക്കുവാണേ. മൈനസ് ബി എസ് പ്ലസ് കെ ഇൻറ്റു x1 പകരം ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൽസിയം ഒക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? m1s² പ്ലസ് b പ്ലസ് b1s പ്ലസ് k പ്ലസ് k1 ഇൻറ്റു ഈ ടേം m2s² പ്ലസ് b പ്ലസ് b2s പ്ലസ് k ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് ബി എസ് പ്ലസ് കെ ഇൻറ്റു ബി എസ് പ്ലസ് കെ എന്താ? ബി എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ m1s² പ്ലസ് b പ്ലസ് b1s പ്ലസ് k പ്ലസ് k1 is equal to f of s. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് എഴുതിയതിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ LCM എടുത്തു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എക്സ് ഓഫ് എസിന്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ m1s² പ്ലസ് b പ്ലസ് b1s പ്ലസ് k പ്ലസ് k1 ഇൻറ്റു m2s² പ്ലസ് b പ്ലസ് b2s പ്ലസ് k. കോമൺ ആയിട്ട് നമുക്ക് ആരെ എഴുതാം? എക്സ് ഓഫ് എസ് മൈനസ് ബി എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ m1s² പ്ലസ് b പ്ലസ് b1s പ്ലസ് k പ്ലസ് k1 is equal to f of s. Okay, so നമുക്ക് വേണ്ടത് x of s divided by f of s ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് എസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എസ് ഉണ്ട്. ജസ്റ്റ് അപ്പോൾ എടുത്ത് റെസിപ്രോക്കൽ എഴുതിയാൽ മതി അല്ലേ. സോ m1s² പ്ലസ് ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ റൊട്ടേഷണൽ സിസ്റ്റവും സിമിലർ ആണ്, കുറച്ച് എലമെന്റ്സ് തമ്മിൽ ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സർക്യൂട്ട്, ഒരു സിസ്റ്റം ഡയഗ്രാം നമുക്ക് തരും. അവിടെ ഏതൊക്കെ കമ്പോണൻസ് ആണ് കണക്റ്റഡ് എന്ന് നോക്കുക, കറസ്പോണ്ടിങ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഓരോ ഫ്രീ ബോഡി ഡയഗ്രാമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതും. എന്നിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും.
എന്താണോ എനിക്ക് വേണ്ടത്, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് ഏതാ ഇൻപുട്ട് ഏതാ നോക്കുക, അതനുസരിച്ച് ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ഇക്വേഷൻസ് കിട്ടും.